അഡ്വക്കേറ്റ് ജിയോണ ജെയിംസിന്റെ GP നിയമനത്തിനെതിരെ ശുപാർശ ചെയ്തത് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ശുപാർശ നൽകിയെന്ന് സംബന്ധിച്ച് ഡീൻ രംഗത്ത് വരികയും ചെയ്തു. ഇപ്പോൾ നേരത്തെ മന്ത്രി തന്നെ പറഞ്ഞിരുന്നു, മുൻ മന്ത്രി കെ ബാബു പറഞ്ഞിരുന്നു, ഒരു MP-യുടെ ശുപാർശയിലാണ് ഈ നിയമനം ഉണ്ടായിരുന്നത്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായുണ്ട്. ജെയിൻ, ഇപ്പോൾ എന്തായാലും ആരൊക്കെ ശുപാർശ നൽകി അതൊക്കെ കൃത്യമായി വരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അപ്പോൾ, അല്ലെങ്കിൽ ഏത് വിധത്തിൽ ആണ് അത് KSUവിന് ഇപ്പോൾ മുറിവേൽപ്പിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആകപ്പാടെ ആശയക്കുഴപ്പവും തർക്കങ്ങളും ഒക്കെയായി ഇതെന്താണിപ്പം MP തുറന്ന് സമ്മതിച്ചത്? അതായത് കെ ബാബു കൃത്യമായി തന്നെ സൂചനകൾ നൽകിയിരുന്നു. അതായത് ഒരു യുവ MP ആണ്, അത് ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ ഹൈബി ഈഡനും അല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സ്വാഭാവികമായും പിന്നീട് സംശയം നീളുക ഡീൻ കുര്യാക്കോസിലേക്ക് തന്നെയാണ്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തോട് ഈ കാര്യത്തിൽ സ്ഥിരീകരണം ചോദിച്ചത്. അദ്ദേഹം സമ്മതിച്ചു. ജിയോണ ജെയിംസിന് വേണ്ടി താൻ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഈ ശുപാർശയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ അദ്ദേഹം ഔദ്യോഗികമായി ഈ കാര്യത്തിൽ പ്രതികരിക്കാം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം നൽകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം ഔദ്യോഗികമായി തന്നെ മാധ്യമങ്ങളെ കണ്ട് ആ കാര്യത്തിൽ വിശദീകരണം നൽകും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുക. എന്തായാലും മുഖ്യമന്ത്രിക്ക് മുന്നിൽ കെ ബാബു പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് ഈ MP ശുപാർശ ചെയ്തതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം, കുറേ നാളുകളായി തന്നെ ഈ VD സതീശൻ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. സ്വാഭാവികമായും ആ ഒരു പശ്ചാത്തലത്തിൽ മുൻ SFI പ്രവർത്തകയായ ജിയോണ ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തിനായി ശുപാർശ ചെയ്തത് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കാമെന്നാണ് പറയുന്നത്. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.